ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പം നല്ല വെള്ളയപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളയപ്പം ഉണ്ടാക്കുന്ന രീതി ഞാൻ 2-3 തരത്തിൽ നിങ്ങളായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നല്ല പറയുന്നത്. വെള്ളയപ്പത്തിന് നമ്മൾ നല്ലൊരു വെള്ളക്കുറുമയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വെള്ളക്കുറുമ വളരെ ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്തിയാണ്. അപ്പോൾ ഇത് വെള്ളക്കുറുമയൊക്കെ ഉണ്ടാക്കി കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. അപ്പോൾ അതും ഇഡ്ഡലി, ദോശ അല്ലെങ്കിൽ വെള്ളയപ്പോ ചപ്പാത്തി ഏതിനും കൂടെ കഴിക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ കാണാം. അപ്പോൾ അതിന് ഈ മസാലകൾ ആവശ്യമാണ്. ഒരു ഏലക്ക, 2 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, 1 ടീസ്പൂൺ പെരുംജീരകം, ഒരു ലീഫും അത് ഞാനവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 സവോള ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ അരിയാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചതച്ചിടാച്ചാലും കുഴപ്പമില്ല. 2 പച്ചമുളക് നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഇനി നിങ്ങൾക്ക് ബീൻസ് അതുപോലെ ഗ്രീൻ പീസ് ഒക്കെ ഉപയോഗിക്കാം. ഞാൻ ഒരു കോളിഫ്ലവറും എടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, ഉപ്പിട്ടിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ വെള്ളക്കുറുമ വെള്ള കളറിൽ തന്നെ കാണണ്ടേ. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. കുക്കറിലാണ് ഞാൻ തയ്യാറാക്കണമെന്ന് പറഞ്ഞു. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെയ്യിലാണ് ഇത് ഉണ്ടാക്കുന്നത്, എണ്ണയല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ 1 സ്പൂൺ നെയ്യ് ഞാനിതേ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കർ ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തു. ആ നെയ്യ് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കാണിച്ച മസാലകളുണ്ടല്ലോ, പെരുംജീരകം, ഏലക്ക, ഗ്രാമ്പു, ലീഫ് എല്ലാം കൂടിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണയിലേക്കല്ല, നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ആ പച്ചമുളകും ഒരു കതിരി കറിവേപ്പിലയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും ചേർത്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ഓരോന്നും ഇട്ട് കൊടുക്കാം. അതായത് ഉരുളക്കിഴങ്ങ്, സവോള, പിന്നെ നമ്മൾ ക്യാരറ്റ്, അതുപോലെ തന്നെ നമുക്ക് ബീൻസ് ചേർക്കുകയാണെങ്കിൽ ബീൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ ഈ പച്ചക്കറികളൊക്കെ ചേർത്ത് അതുപോലെ കോളിഫ്ലവറും ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മട്ടർ എന്ന് പറയില്ലേ, അപ്പോൾ അതും ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ആ നെയ്യിലൊന്ന് കിടന്ന് വഴന്ന് വരാനായിട്ട്. അപ്പോൾ നമ്മൾ കുക്കറിലൊക്കെ വേവിക്കുമ്പോൾ 2 വിസിലൊക്കെ വെച്ചാലും ഉടഞ്ഞു പോവാത്ത രീതിയിൽ കിട്ടാനായിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇളക്കി കൊടുക്കേണ്ട, ഉടഞ്ഞു പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇളക്കി കൊടുക്കണ്ട, അതായത് ഒന്ന് വഴറ്റിയെടുക്കണ്ട എന്നർത്ഥം കേട്ടോ. അപ്പോൾ ഞാനൊന്നിങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ ഇനി കോളിഫ്ലവറും മട്ടറൊക്കെ ചേർക്കണേ ഉള്ളൂ കേട്ടോ. അതിന് ശേഷം ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് അടച്ച് വെച്ച് നമുക്ക് കുക്കർ 2 വിസിൽ വരുത്തുകയാണ് കേട്ടോ. അപ്പോൾ 2 വിസിൽ വന്നതിന് ശേഷം ഇതുപോലെയാണ്. വെന്തുടഞ്ഞിട്ടൊന്നുമില്ല, എന്നാൽ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം കിട്ടാനാണ് നമ്മൾ വഴറ്റണത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം അരച്ച് ചേർക്കാം. അപ്പോൾ നാളികേരം അരച്ച് ചേർക്കാം. ഇല്ല നാളികേരപ്പാല ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഞാൻ സാധാരണ നാളികേരം അരച്ച് ചേർക്കാറാണ് പതിവ്. ഇന്ന് ഞാൻ നാളികേര പാലാണ് ഉപയോഗിച്ചത് കേട്ടോ. ഏതാണെങ്കിലും കുഴപ്പമില്ല, 1-ാം പാല് 2-ാം പാലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒറ്റ പ്രാവശ്യം അരച്ച് പാലെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ ഇനി തിളച്ച് വരണം. അപ്പോൾ ഈ സമയം ഞാൻ ഉപ്പൊക്കെ നോക്കി, ഉപ്പ് പാകമാണ്. അതുപോലെ നമ്മൾ പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ എരിവിന്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂണോളം, 1 ടീസ്പൂൺ വേണ്ട, 1 ടേബിൾ സ്പൂണ് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞ് ചേർക്കാം. അതും കൂടി ആയിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് കുറുമയായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. കാരണം എല്ലാ പച്ചക്കറികളും ഉൾപ്പെടും. അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തി എന്ന് മാത്രമല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മണം തന്നെ മതി നമുക്ക് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വെള്ളയപ്പം മാത്രമല്ല, ചപ്പാത്തി, ഇഡ്ഡലി, ദോശ ഇതിൻ്റെ ഒപ്പം കൂടെ കഴിക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുറുമൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.